നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെയും വരന്തരപ്പള്ളി വിമല ഹൃദയ പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും മുപ്ലിയം അസംഷൻ പള്ളിയിലെയും പാഴായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെയും തിരുനാളുകൾ ആഘോഷിച്ചു. ചെങ്ങാലൂർ കുണ്ടുകടവ് ഭാഗത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്പരം ആക്രമണം നടത്തിയവരെയും ഓട്ടിസം ബാധിച്ച യുവതിയെ ദേഹോപദ്രവമേൽപ്പിച്ചയാളെയും പുതുക്കാട് പോലീസ് പിടികൂടി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മദ്യത്തിന് വില കൂടും. സ്പിരിറ്റ് വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. രാജ്യത്തെ ഓരോ പൗരനും ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിക്കുകയും ഓർമ്മിക്കേണ്ടതുമായ ദിവസമാണ് ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചതിന്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി 26 രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ ആഘോഷമാണ് റിപ്പബ്ലിക് ദിനം. ഇന്ത്യ അവിശ്വസനീയമായ വൈവിധ്യങ്ങളുള്ള വൈവിധ്യമാർന്ന ഭാഷകൾ, സംസ്കാരങ്ങൾ, മതങ്ങൾ, പാരമ്പര്യങ്ങൾ എന്നിവയുള്ള ഒരു രാജ്യമാണ്. രാജ്യത്തിന്റെ വൈവിധ്യത്തിൽ ഏകത്വം ആഘോഷിക്കുന്നതിനുള്ള സമയമാണ് റിപ്പബ്ലിക് ദിനം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സൈനികർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സമയമാണ് റിപ്പബ്ലിക് ദിനം. അവർ പോരാടിയ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, നീതി, സമത്വം എന്നിവയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത്. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ NJ സാബു പതാക ഉയർത്തി. ലഫ്റ്റനന്റ് KJ ജെൽസൺ അധ്യക്ഷത വഹിച്ചു. NCC സീനിയർ അണ്ടർ ഓഫീസർ ഗോഡ്സൺ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടത്തി. വരന്തരപ്പള്ളി CJMHS സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PC ജോസ് അധ്യക്ഷത വഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് VM അഗസ്റ്റിൻ, MPTA പ്രസിഡന്റ് ജിൻസി ബിജു, പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ്, പ്രധാന അധ്യാപകൻ ജോവൽ V ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. പ്രധാന അധ്യാപിക സമീന തോമസ് പതാക ഉയർത്തി. PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ SPC കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. AU ഷിഹാബുദ്ദീൻ, കിഷോർ, സരിത, ഗീതു രജനി എന്നിവർ പ്രസംഗിച്ചു. പാലപ്പള്ളി VK രാജൻ മെമ്മോറിയൽ ലേബർ ക്ലബ് ആൻഡ് ലൈബ്രറി റിപ്പബ്ലിക് ദിനം ആഘോഷം നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് MA ജോയ് പതാക ഉയർത്തി. PM ഹുസൈൻ പ്രസംഗിച്ചു. പാഴായി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. ചടങ്ങിൽ പതാക ഉയർത്തലുണ്ടായി. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ഇന്ത്യയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. KCM ഉന്നതാധികാര സമിതി അംഗം ഇല്യാസ് തെങ്ങിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ജനറൽ സെക്രട്ടറി ഷാഹു കിഴക്കൂട്ട്, ജലീൽ അനോഡിയിൽ, GCC അംഗം മെഹഫിൻ, പ്രോഗ്രസ് ഓഫ് അണ്ടത്തോട് ജോയിന്റ് സെക്രട്ടറി ബാദുഷ, KCM ഉന്നതാധികാരി സമിതി അംഗം ഷാഹിദ് കൊപ്പര, എക്സിക്യൂട്ടീവ് അംഗം ബാദുഷ നാഗു, അബ്ദുൾ റഷീദ്, അഷ്കർ സാഫ് മനാഫ്, സെൽ പോയിന്റ് GCC അംഗം AH ഹനീഫ, ജംഷീർ കൊപ്പര, MM ഷിബിലി, അൻസാർ അക്കരയിൽ, AS ആരിഫ്, അബ്ബാസ് കള്ളാമ്പി സുലൈമാൻ, തെങ്ങിൽ മുഹമ്മദ് കുട്ടി, കൊപ്പര കബീർ, ചോലയിൽ ഷിറാസ്, ആലുങ്ങൽ സക്കീർ ഹുസൈൻ എന്നിവർ സന്നിഹിതരായി. തലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മണലി എക്സ്റ്റൻഷൻ കൗണ്ടർ ബ്രാഞ്ചായി ഉയർത്തിയതായി KK രാമചന്ദ്രൻ MLA പ്രഖ്യാപിച്ചു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു അധ്യക്ഷത വഹിച്ചു. നിക്ഷേപകരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് NN ദിവാകരൻ മുതിർന്ന സഹകാരികളെയും ആദരിച്ചു.
നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു സ്റ്റുഡൻസ് നിക്ഷേപ സ്വീകരണം നടത്തി. ബാങ്ക് വൈസ് പ്രസിഡന്റ് K സത്യവ്രതൻ, ഭരണസമിതി അംഗം CV സന്തോഷ്, ബാങ്ക് സെക്രട്ടറി TV ഷാജ് കുമാർ, പഞ്ചായത്ത് അംഗം സണ്ണി ചെറിയാലത്ത്, AG രാജേഷ്, KA സുരേഷ്, KA അനിൽകുമാർ, KM ബാബു, KB മണിലാൽ, MK സന്തോഷ് എന്നിവർ സന്നിഹിതരായി. നമ്മുടെ ബാങ്ക് തലോർ സർവീസ് സഹകരണ ബാങ്ക് ഇന്ന് അതിൻ്റെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ദിശാമുഖം കുറിച്ചുകൊണ്ട് തന്നെയാണ് ഈ എക്സ്റ്റൻഷൻ കൗണ്ടറിൻ്റെ ഉയർച്ച. അതൊരു ബ്രാഞ്ചായി ഉയരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ സേവനങ്ങൾ നിക്ഷേപകർക്ക് കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുന്നോട്ട് പോക്കിലാണ്. തലോർ സർവീസ് സഹകരണ ബാങ്ക് വളരെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് മറ്റു ബാങ്കുകൾക്ക് മാതൃകയായിട്ട് ഈ കെട്ടകാലത്തിലും ഒരു സുവർണമായിട്ടുള്ള ഒരു പങ്കാളിത്തം സഹകരണ മേഖലയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മനോഹരമായ ഹെഡ് ഓഫീസ്, അതുപോലെ തന്നെ 3 ബ്രാഞ്ചുകൾ, നീതി സൂപ്പർ മാർക്കറ്റ്, നീതി മെഡിക്കൽ മേഖലകളിലും ഇടപെട്ടുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് തുണയായത് തലോർ സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ വളർച്ചയുടെ ഒരു പടവ് കൂടി കയറുകയാണ്. ഇപ്പോൾ മണലി എക്സ്റ്റൻഷൻ കൗണ്ടർ അതിൻ്റെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ചായി തുടർന്ന് പ്രവർത്തിക്കുകയാണ്. എല്ലാവരുടെയും ആശയും അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈനംദിനം ഇടപെടുന്ന ഒരു സഹകരണ ബാങ്ക് എന്ന രൂപത്തിൽ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാങ്കാണ് തലോർ സർവീസ് സഹകരണ ബാങ്ക്. സാധാരണക്കാരൻ്റെ അത്താണിയായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ സേവനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മണലിയിലെ എക്സ്റ്റൻഷൻ കൗണ്ടർ ബ്രാഞ്ചാക്കി ഉയർത്തിയിരിക്കുകയാണ്. ചെറിയ ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച് പടിപടിയായിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ സഹകാരികളുടെ പിന്തുണയോടുകൂടി വളർന്ന ഒരു സ്ഥാപനമാണ് തലോർ സർവീസ് സഹകരണ ബാങ്ക്. നല്ല ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ബാങ്കിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ മണലി ബ്രാഞ്ചായി രൂപപ്പെടുന്നതോടുകൂടി കൂടുതൽ സൗകര്യങ്ങൾ സഹകാരികൾക്ക് നൽകാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മണലി ബ്രാഞ്ചായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സഹകരണ മേഖലയെ ഇതുവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ സഹകാരികൾക്കും നല്ലവരായ നാട്ടുകാർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. തലോർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ എക്സ്റ്റൻഷൻ കൗണ്ടറായിരുന്ന മണലി അതിന് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ബ്രാഞ്ചായി പ്രവർത്തിക്കുന്നു. നല്ല വിപുലമായ ഒരു സംവിധാനത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള അനുമതി ഇന്ന് തലോർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിലുള്ള മണലി എക്സ്റ്റൻഷൻ കൗണ്ടറിന് ലഭിച്ച് അത് ബ്രാഞ്ചായി പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ തന്നെ ബാങ്ക് പല ക്രൂഷ്യൽ അവസ്ഥയിൽ കടന്നു വന്നിട്ടുള്ളതാണെങ്കിൽ പോലും ഇതുപോലെ പിടിച്ചു നിന്ന നമ്മുടെ തലോർ സഹകരണ സംഘത്തിൻ്റെ വിജയത്തിനും ഇനി തുടർന്നു വരുന്ന രംഗങ്ങളിലും എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണലി ബ്രാഞ്ച് പ്രഖ്യാപനം യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രനെ ആദ്യമായി ബാങ്കിന് വേണ്ടി കൃത്യമായി നന്ദി അറിയിക്കുന്നു. തലൂർ സർവീസ് സഹകരണ ബാങ്ക് 1940 ഒരു പരസ്പര സഹായ സംഘമായി പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മികച്ച സഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ജനപക്ഷത്ത് നിലകൊള്ളുന്ന സ്ഥാപനത്തിന് ഹെഡ് ഓഫീസ് കൂടാതെ പാഴായി, തൃക്കൂർ പ്രദേശങ്ങളിൽ 2 ബ്രാഞ്ചുകളും മണലി പ്രദേശത്ത് ഒരു എക്സ്റ്റൻഷൻ കൗണ്ടറും പ്രവർത്തിച്ചു വരുന്നു. ബാങ്കിംഗ് പ്രവർത്തനം കൂടാതെ നീതി സഹകരണ സൂപ്പർ മാർക്കറ്റ്, നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബ്, ഡോക്ടേഴ്സ് ക്ലിനിക്, വളം, ആംബുലൻസ്, ഫ്രീസർ, ലൈബ്രറി, പോളി ഹൗസ്, സുഭിക്ഷ കേരളം, കൃഷി എന്നീ ബാങ്കേതര പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തിവരുന്നു. RTGS, NEFT സൗകര്യം, ലോക്കർ സൗകര്യം, SMS അലർട്ട്, കാർഷിക വായ്പകൾ, വസ്തുപണയ വായ്പകൾ, വീക്കിലി ഡെയിലി വായ്പകൾ, സ്വർണ്ണപ്പണയ വായ്പ, കുടുംബശ്രീ വായ്പ, JLG ഗ്രൂപ്പ് വായ്പ, മുറ്റത്തെ മുല്ല, മെമ്പർ ഓവർഗ്രാഫ്റ്റ് സൗകര്യങ്ങൾ കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ, സർക്കാർ ഗ്യാരണ്ടി എന്നിവയും ബാങ്കിന്റെ പ്രത്യേകതകളാണ്.
തലൂർ സർവീസ് സഹകരണ ബാങ്ക് ആസ്ഥാനം, തലൂർ സർവീസ് സഹകരണ ബാങ്ക് തലൂർ ബ്രാഞ്ച്, പാഴായി, തൃക്കൂർ, മണലി. ഫോൺ 9400139593. ചെങ്ങന്നൂർ കുണ്ടുകടവ് ഭാഗത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്പരം ആക്രമണം നടത്തിയവരെയും ഓട്ടിസം ബാധിച്ച യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചയാളെയും പുതുക്കാട് പോലീസ് പിടികൂടി. കുണ്ടുകടവ് മുത്തിപ്പീടിക വീട്ടിൽ 54 വയസ്സുള്ള ഗ്രാക്സ്, കുണ്ടുകടവിൽ പോത്ത് ഫാം നടത്തിവന്നിരുന്ന വടാനപ്പള്ളി ഇത്തിക്കാട്ട് 38 വയസ്സുള്ള സുനിൽ രാജ്, സുനിലിന്റെ സഹോദരൻ അനിൽ രാജ്, സുഹൃത്ത് ജിരീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരുന്നു പരസ്പരം ആക്രമിച്ചതെന്നും സംഭവത്തിൽ ഇരുകൂട്ടർക്കുമെതിരെ കൊലപാതക ശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കൂടാതെ ഈ മാസം 23-ന് കുണ്ടുകടവ് ഭാഗത്ത് വെച്ച് വഴിയിലൂടെ നടന്നുപോയിരുന്ന സമീപവാസിയും ഓട്ടിസം ബാധിച്ച 23-കാരിയെ ദേഹോപദ്രവമേൽപ്പിച്ച പരാതിയിൽ ഗ്രാക്സിന്റെ പേരിൽ ഡിസബിലിറ്റി ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ മേൽനോട്ടത്തിൽ പുതുക്കാട് SHO വി സജീഷ് കുമാർ, SI N പ്രദീപ്, സ്പെഷ്യൽ ബ്രാഞ്ച് GS KK വിശ്വനാഥൻ, GS CPOമാരായ VD അജി, PK സുരേഷ് കുമാർ, CPOമാരായ A ജെറിൻ ജോസ്, PD നവീൻ കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻസൺ അക്കരപ്പറമ്പിൽ കാർമ്മികനായി. ഫാദർ കനേഡിയൻ തണ്ടാശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോജോ എടത്തിരുത്തി സഹകാർമ്മികനായി. വൈകിട്ട് പാലക്കാപ്പറമ്പ് കപ്പേളയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആൻഡോ രായപ്പൻ കാർമ്മികനായി. തുടർന്ന് കപ്പേളയിൽ നിന്നും പള്ളിയിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദർശനം, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ഇടവക വികാരി ഫാദർ ജോസഫ് പോത്തൂക്കാരൻ, കൈക്കാരന്മാരായ റോബർട്ട് പാലത്തിങ്കൽ, ജോസ് കാവിട്ടി, ലിജു ചിറയത്ത്, ജനറൽ കൺവീനർ പോൾ വട്ടക്കുഴി, ജോയിന്റ് കൺവീനർ ബിജോയ് കുറുമ്പലായി എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ 6:15-ന് ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ നടക്കും. വൈകിട്ട് 7-ന് പാലാ കമ്മ്യൂണിക്കേഷന്റെ ഗാനമേള അരങ്ങേറും. വരന്തരപ്പള്ളി വിമല ഹൃദയ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനകൾക്ക് ഫാദർ ജിൻഡോ കല്ലൂക്കാരൻ, ഫാദർ സിൻഡോ തോട്ടിയൻ എന്നിവർ കാർമ്മികരായി. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പ്രിൻസ് പരത്തനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് കേളപ്പറമ്പിൽ സന്ദേശം നൽകി. ഫാദർ പ്രവീൺ പുത്തഞ്ചിറക്കാരൻ സഹകാർമ്മികനായി. വൈകിട്ട് ഫാദർ സെൽജോ വെളിയന്നൂക്കാരൻ കാർമ്മികനായ ദിവ്യബലി, തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. തിങ്കളാഴ്ച രാവിലെ 6-ന് ദിവ്യബലി, 7-ന് ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലിയും നടക്കും. വൈകിട്ട് 7-ന് മെഗാ ഫ്യൂഷൻ ഷോ അരങ്ങേറും. പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. ചെങ്ങന്നൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജെയ്സൺ പുന്നശ്ശേരി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോർജ് കണ്ണംപ്ലാക്കൽ സന്ദേശം നൽകി. ഫാദർ റോബിൻ തറയിൽ സഹകാർമ്മികനായി. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസ് ഐനിക്കൽ, ഫാദർ ട്രിൻജോ ചക്കാലയ്ക്കൽ, ഫാദർ ആന്റണി മേനാച്ചേരി എന്നിവർ കാർമ്മികരായി. തുടർന്ന് പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 2-ന് വൈകിട്ട് 6:30-ന് പരേതർക്കുള്ള റാസ കുർബാന നടക്കും.
ഫാദർ ജോഫിൻ അക്കര പട്ടിയയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സെബാദാസ്, ഫാദർ ആന്റണി മേനാശ്ശേരി എന്നിവർ സന്ദേശം നൽകും. അങ്ങയുടെ കാരുണ്യത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ഈ രഹസ്യങ്ങൾ സ്വർഗത്തിൽ വിശുദ്ധരുടെ ഗണത്തിൽ പങ്കുചേർന്ന് മുപ്ലിയം അസംഷൻ പള്ളിയിലെ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന തിരുനാൾ ദീപബലിക്ക് ഫാദർ ടോണി പാറേക്കാടൻ കാർമ്മികനായി. വൈകിട്ട് വിശുദ്ധ കുർബാന, തിരുനാൾ പ്രദർശനം, തിരുശേഷിപ്പിന്റെ ആശീർവാദം എന്നിവ ഉണ്ടായിരുന്നു. വികാരി ഫാദർ ജോസഫ് സണ്ണി മണ്ഡകത്ത്, കൈക്കാരന്മാരായ ജോസ് മണിയറക്കാരൻ, ജോയ് മണിയറക്കാരൻ, ഡേവിസ് പഞ്ഞിക്കാരൻ, ബിജു ഐനിക്കാടൻ, ജനറൽ കൺവീനർ നോൾജൻ ഏറ്റുമാനുകാരൻ, ജോയിന്റ് കൺവീനർ അഖിൽ നടുവിൽ പീടിക എന്നിവർ നേതൃത്വം നൽകി. പാഴായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മേരി മാതാ മേജർ സെമിനാരി പ്രൊഫസർ ഫാദർ സിൻഡോ പുറത്തൂർ കാർമ്മികനായി. ഫാമിലി അപ്പോസിലേറ്റ് ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ സന്ദേശം നൽകി. ഫാദർ സലീഷ് അരങ്ങാശ്ശേരി സഹകാർമ്മികനായി. വൈകിട്ട് വിശുദ്ധ കുർബാനയും തിരുനാൾ പ്രദർശനവും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 6:30 ഇടവകയിലെ പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന, ഒപ്പീസ് എന്നിവ നടക്കും. വികാരി ഫാദർ സലീഷ് അരങ്ങാശ്ശേരി കാർമ്മികനാകും. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ അമ്പുതിരുനാളിന് കൊടിയേറി. ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നിവയും ഉണ്ടായിരുന്നു. ഫെബ്രുവരി 1, 2, 3 തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് ഫാദർ അലക്സ് മരോട്ടിക്കൽ കൊടിയേറ്റി. വികാരി ഫാദർ സോണി, കൈക്കാരന്മാരായ ടോമി, സന്തോഷ്, ബാബു, സെലീന, തിരുനാൾ കൺവീനർ ജിപ്സൺ എന്നിവർ സന്നിഹിതരായി. ഫെബ്രുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പേരാമ്പ്ര പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളിന് വികാരി ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി കൊടിയേറ്റി. ഫാദർ അമൽ ആന്റണി മാളിയേക്കൽ, പള്ളി ട്രസ്റ്റിമാരായ ജിജോ ജോർജ് ഉറുവത്ത്, PA ജോസ് പന്തലൂക്കാരൻ, ബാബു ഐസക് ആലപ്പാട്ട്, തിരുനാൾ കമ്മിറ്റി കൺവീനർ ബിബിൻ കൊളപ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 29, 30, 31 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 3 മുറി തിരുനാളിനോടനുബന്ധിച്ച് ഫ്രണ്ട്സ് ഓഫ് ബാപ്റ്റിസ്റ്റ് യുവജന പ്രവാസി കൂട്ടായ്മ ഒരുക്കിയ അമ്പു ഫെസ്റ്റ് വർണ്ണാഭമായി. ഇതിന്റെ ഭാഗമായി കോടാലി ടൗണിൽ നിന്ന് 3 മുറിയിലേക്ക് നടന്ന മെഗാ ഘോഷയാത്രയിൽ ആയിരങ്ങൾ അണിനിരന്നു. ആഫ്രിക്കൻ ബാൻഡ്, LED കുടകൾ, തമ്പോല, റോബോട്ടിക് ആനകൾ, തേര്, കാവടി എന്നിവയുടെ അകമ്പടിയോടെ നടന്ന മെഗാ ഘോഷയാത്ര മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഫ്ളാഗ് ഓഫ് ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റ് പ്രസിഡന്റ് PG രജിമാൻ, ജസ്റ്റിൻ മങ്കുഴി, ജോൺസൺ മാമ്പ്രക്കാരൻ, നൈജോ വാസുപുരത്തുകാരൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് തിരുനാളിനോടനുബന്ധിച്ച് കാഞ്ഞൂർ അമ്പു സമുദായം പുതുക്കാട് സെന്ററിൽ സ്ഥാപിക്കുന്ന ദീപാലങ്കാര പന്തലിന് കാൽനാട്ടി.
കെ രാമചന്ദ്രൻ MLA കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറാന അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത് വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. ഫാദർ ബിജോയ് പൻപറമ്പിൽ, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ, പഞ്ചായത്ത് അംഗം ആൻസി ജോബി എന്നിവർ സന്നിഹിതരായി. വരന്തരപ്പള്ളി പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിന്റെ ഭാഗമായി ആറാട്ട് നടന്നു. പുലർച്ചെ നടന്ന എഴുന്നള്ളിപ്പിന് ശേഷം പാലക്കൽ ദേവി ആറാട്ടിനായി പുറപ്പെട്ടു. ഹരിത ആയുർവേദ കമ്പനിയുടെ ആറാട്ടുകുളത്തിൽ നടന്ന ആറാട്ടിന് 100 കണക്കിന് ഭക്തർ സാക്ഷ്യം വഹിച്ചു. ആറാട്ടിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി CR ജയൻ കാർമ്മികത്വം വഹിച്ചു. ദേവിയുടെ ആറാട്ടിനൊപ്പം ഭക്തരും ആറാട്ട് മുങ്ങി. തുടർന്ന് പാളപാത്രത്തിൽ ആറാട്ടുകഞ്ഞി വിതരണം നടന്നു. ആറാട്ടിന് ശേഷം പഞ്ചവാദ്യം, ചിന്തുപാട്ട്, കലാരൂപങ്ങൾ, താലം എന്നിവയുടെ അകമ്പടിയിൽ ആനപ്പുറത്തേറിയുള്ള ദേവിയുടെ തിരിച്ചെഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ ശേഷം കൊടിയിറക്കൽ ചടങ്ങുകളോടെ പൂരത്തിന് സമാപനമായി. ക്ഷേത്രം രക്ഷാധികാരി ഡോക്ടർ KS കൊച്ചുമോൻ, ക്ഷേത്രം ഭാരവാഹികളായ അനിൽ തുമ്പായി, സുബ്രൻ ഇടശ്ശേരി, മോഹൻദാസ് മുളയ്ക്കൽ, സുധാകരൻ പാറക്കൽ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മദ്യത്തിന് വില കൂടും. സ്പിരിറ്റ് വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. ബെവ്കോയാണ് തീരുമാനമെടുത്തത്. ചില ബ്രാൻഡ് മദ്യത്തിന് മാത്രമാണ് വില വർധന. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിക്കുക. സംസ്ഥാനത്ത് 15 മാസത്തിന് ശേഷമാണ് മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വരുന്നത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ DYFI കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് വിഷയാവതരണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം KS അഞ്ജലി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PD നെൽസൺ, ബ്ലോക്ക് ട്രഷറർ അഖിൽ ബാബു എന്നിവർ പ്രസംഗിച്ചു. DYFI മാത്രമല്ല, സർക്കാരും ആദേശ സ്ഥാപനങ്ങളും കൂടി ചേർന്നുകൊണ്ടും കൂട്ടായ്മയിലൂടെയൊക്കെ നിരവധി ഇടപെടലുകൾ നമ്മൾ ഈ ലഹരി. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ ചൈൽഡ് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം കില റിസോഴ്സ് സെന്റർ അസോസിയേറ്റ് KU സുകന്യ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ബാലബാലികാ സഭയും നടന്നു. വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസൺ തയ്യാലക്കൽ, സജന ഷിബു, അശ്വതി പ്രവീൺ, ICDS സൂപ്പർവൈസർ സുധ, CDS ചെയർപേഴ്സൺ ഗിരിജ പ്രേംകുമാർ, കില ഫാക്കൽറ്റി ധന്യ എന്നിവർ പ്രസംഗിച്ചു. ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ വികസനത്തിനും കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പഞ്ചായത്ത് നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ ആയിട്ടാണ് നമ്മൾ ഈ മഴയത്ത് പൂമ്പാറ്റ പറക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മഴയത്ത് പൂമ്പാറ്റ പറക്കണത് പറക്കുവോ? പറക്കില്ല. എന്തുകൊണ്ടാ? വെള്ളം നിറഞ്ഞാൽ അവയുടെ ചിറകുകൾ പൊഴിഞ്ഞ്. അടിസ്ഥാന സൗകര്യമുള്ള ഒരു പഞ്ചായത്ത് ഓഫീസിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ഓരോ ഘട്ടത്തിലും പലപ്പോഴും എനിക്ക് ഇവരെ കൃത്യമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പോകാൻ ഇത്തിരി കൂടി കർഷകരമായിട്ട് പറയുമ്പോൾ പലപ്പോഴും എനിക്കും ബാക്കി വിളിക്കും ഞങ്ങൾക്ക് മെമ്പർമാർക്കും ഒക്കെ താൽക്കാലികമായിട്ടൊക്കെ തർക്കിക്കേണ്ടൊക്കെ വരാറുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഓരോ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾക്ക് ഈ വരുന്ന ഫെബ്രുവരി 1-ാം തീയതിയാണ് നമ്മുടെ ബ്ലോക്ക് ഹാളിൽ വെച്ച് നവജീവൻ എന്ന് പറഞ്ഞ നടക്കുന്ന. ഇനി എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്തും നിങ്ങൾക്ക് പഞ്ചായത്തിൽ ആവശ്യങ്ങൾ ചോദിച്ചു വരാനുള്ള ഒരു ഏരിയയാണ്. അവിടെ എത്രയും പെട്ടെന്ന് നമ്മളൊരു CWFന് വേണ്ടി പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചേച്ചി നിങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടാവും, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനായിട്ടും. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് UP സ്കൂളിലെ വാർഷികം ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ആഘോഷിക്കും. പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്യും. സിസ്റ്റർ ഷീല അധ്യക്ഷത വഹിക്കും.
പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. നന്ദിക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ സ്കൂൾ ബസിന്റെ ഫ്ളാഗ് ഓഫ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2-ന് കെ രാമചന്ദ്രൻ MLA നിർവഹിക്കും. വെളപ്പായ മെഡിക്കൽ കോളേജ് റോഡിൽ ചൈന ബസാറിൽ ബൈക്ക് തെന്നിമറിഞ്ഞ് 1.5 വയസ്സുകാരി മരിച്ചു. വരടിയം കമ്മട്ടിക്കാട്ടിൽ സന്ദീപ് മകൾ ദർശനയാണ് മരിച്ചത്. അച്ഛനോടൊപ്പം ബൈക്കിൽ പോകവേ ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. നിർമ്മാണം നടക്കുന്ന റോഡിൽ മണ്ണിൽ തെന്നിയാണ് ബൈക്ക് മറിഞ്ഞതെന്ന് സൂചന. മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാഫി അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം 16-നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അർദ്ധരാത്രി 12:25-നാണ് മരണം സംഭവിച്ചത്. സംവിധായക ജോഡികളായ റാഫി മെക്കാട്ടിനേലിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി. അന്തരിച്ച സംവിധായകൻ സിദ്ദിഖിന്റെ സഹോദരിയുടെ മകനാണ്. മലയാളികൾക്ക് ചിരിപ്പൂരം സമ്മാനിച്ച ഒട്ടനേകം സിനിമകളുടെ ശില്പിയാണ് വിടവാങ്ങുന്നത്. 1996-ൽ രാജസേനൻ സംവിധാനം ചെയ്ത ദില്ലിവാല രാജകുമാരൻ എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു ഷാഫിയുടെ തുടക്കം. പിന്നീട് രാജസേനന്റെ പല ചിത്രങ്ങളിലും റാഫി മെക്കാട്ടിന്റെ സിനിമകളിലും സിദ്ദിഖിന്റെ സിനിമയിലും സഹകരിച്ചു. 2001-ൽ ജയറാം നായകനായ വൺ മാൻ ഷോ എന്ന സിനിമയിലൂടെയാണ് ഷാഫി സ്വതന്ത്ര സംവിധായകനാകുന്നത്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, മാജ എന്ന തമിഴ് ചിത്രം, ചോക്ലേറ്റ്, ലോലിപോപ്പ്, ചട്ടമ്പിനാട്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, മേക്കപ്പ് മാൻ, വെനീസിലെ വ്യാപാരി, 101 വെഡ്ഡിങ്സ്, 2 കൺട്രീസ്, ഒരു പഴയ ബോംബ് കഥ, ഷെർലക് ടോംസ്, ചിൽഡ്രൻസ് പാർക്ക് എന്നീ സിനിമകളും സംവിധാനം ചെയ്തു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ യൂണിക് ഡിസബിലിറ്റി ഐഡന്റിറ്റി കാർഡ് പ്രവർത്തനങ്ങൾക്കായി 3 മാസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. +2-ഉം DCA സർട്ടിഫിക്കറ്റുമാണ് യോഗ്യത. ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ് റൈറ്റിംഗിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. 40 വയസ്സ് കവിയാത്ത ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് എന്നിവ സഹിതം ജനുവരി 28-ന് വൈകിട്ട് 5-ന് മുമ്പായി ജില്ലാ കോർഡിനേറ്റർ വയോമിത്രം ഓഫീസ്, പൂത്തോൾ PO, തൃശൂർ 685584 എന്ന വിലാസത്തിലേക്കോ dckssmtcr@gmail എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അയക്കണം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8943354045. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7555 രൂപ, പവന് 60440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെയും വരദ്രപ്പള്ളി വിമല ഹൃദയ പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും മുപ്ലിയം അസംഷൻ പള്ളിയിലെയും പാഴായി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെയും തിരുനാളുകൾ ആഘോഷിച്ചു. ചെങ്ങാലൂർ കുണ്ടുകടവ് ഭാഗത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്പരം ആക്രമണം നടത്തിയവരെയും ഓട്ടിസം ബാധിച്ച യുവതിയെ ദേഹോപദ്രവമേൽപ്പിച്ചയാളെയും പുതുക്കാട് പോലീസ് പിടികൂടി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ മദ്യത്തിന് വില കൂടും. സ്പിരിറ്റ് വില വർദ്ധിച്ചതിനാൽ മദ്യവില കൂട്ടണമെന്ന മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.